മമ്മൂട്ടിയുടെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ഇറങ്ങിയതിനു ശേഷം വരാനിരുന്നതായിരുന്നു തുടരും എന്ന മോഹൻലാൽ ചിത്രം. ഒരു ക്ലാഷ് റിലീസ് എന്നതിനപ്പുറം തന്നെ ഒരേ മാസത്തിൽ ഇറങ്ങുന്ന 2 ചിത്രങ്ങൾ. ക്ലാഷ് എന്ന് വേണമെങ്കിൽ ആരാധകർക്ക് പറയാവുന്നതുമാണ്. രണ്ടുപേരും ഒരുമിച്ച് തിയേറ്ററിൽ കളിക്കുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ തുടരും എന്ന സിനിമ റിലീസിന് ഒരുങ്ങുന്നില്ല എന്ന വാർത്ത നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. OTT ബിസിനസ് ചർച്ചകളാണ് സിനിമയുടെ റിലീസിംഗ് തീയതി മാറാനുള്ള കാരണമെന്ന രീതിയിൽ പറയുകയുണ്ടായി. പല ബിസിനസ് രീതികളും പ്രൊഡ്യൂസർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. OTT ബിസിനസ് ഇപ്പോൾ മലയാള സിനിമയിൽ വലിയൊരു ക്രൈസിസിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നിർമ്മാതാക്കൾ അടക്കം വ്യക്തമാക്കുകയും ചെയ്തു. OTT ബിസിനസിന്റെ ചർച്ചകൾ നടക്കുന്നുണ്ട്, അതുകൊണ്ട് റിലീസ് വൈകുന്നത് എന്ന് ഡയറക്ടർ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് വീണ്ടും അതിൽ ന്യായീകരിച്ച് മെഴുകേണ്ട കാര്യമില്ല. ബിഗ് ബജറ്റിലും വലിയ ക്യാൻവാസിലും വന്ന സിനിമകൾ എല്ലാം തുടർ പരാജയം നേരിട്ട സമയവും മോഹൻലാൽ എന്ന നടനെ മാർക്കറ്റ് ചെയ്ത് മാത്രമാണ് OTT ഡീലുകൾ പ്രീ റിലീസ് ആയി നടന്നത്. മലയാളത്തിൽ 2 രീതിയിലാണ് OTT ഡീൽ ഉണ്ടാകുന്നത്. ഒന്ന് നടന്റെ മാർക്കറ്റ് വെച്ച് നടക്കുന്നത്, 2 സിനിമയുടെ ബോക്സ് ഓഫീസ് പെർഫോമൻസ് അനുസരിച്ച്. ഇതിൽ വലിയ സ്റ്റാറുകളുടെ സിനിമകൾ ഒഴികെ മിക്കതും തിയേറ്റർ റണ്ണ് നോക്കിയാണ് OTT ഡീൽ സെറ്റ് ആവുന്നത്. റിലീസിന് മുന്നേ OTT ഡീൽ നടത്തിയെടുത്താൽ ഒരുപാട് ചർച്ചകളൊക്കെ വേണ്ടിവരും. അവരൊരു വില പറയും, നമ്മളൊരു വില പറയും, എന്നിട്ട് 2 പേർക്കും സമ്മതമുള്ള ഒരു തുകയിൽ എത്തണം. ഇപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആയിട്ടാണ് ചർച്ചകൾ നടക്കുന്നത് എന്നും അവർക്ക് സിനിമ കണ്ടിട്ട് പ്രൊഡ്യൂസർ പറയുന്ന വിലയ്ക്ക് റേറ്റ് എടുക്കാൻ താല്പര്യമില്ല എന്നാണ് അറിയാൻ സാധിച്ചത് എന്നൊക്കെ ചിലർ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട്. ഇതിൽ വിശ്വസനീയതയില്ല എങ്കിലും അവർ പറയുന്ന ചർച്ചകളിൽ ഇതും വരുന്നു. ഒരു ബിഗ് ബജറ്റ് ചിത്രമായ എമ്പുരാൻ ഇറങ്ങിയ ഒരു ബ്ലോക്ക് ബാസ്റ്റർ അടിച്ചാൽ വീണ്ടും മോഹൻലാൽ എന്ന നടന്റെ മാർക്കറ്റ് ഒന്നുകൂടി ലൈവ് ആകുകയും പ്രൊഡ്യൂസർ ഉദ്ദേശിക്കുന്ന ഒരു തുക തുടരുമെന്ന സിനിമയ്ക്ക് കിട്ടിയേക്കും എന്നാണ് കരുതുന്നത്. എമ്പുരാന്റെ OTT ഡീലൊക്കെ ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. ഒരു ബിഗ് ബജറ്റ് പടം, പൃഥ്വി, ടോവിനോ, ലാലേട്ടൻ എന്നിവർ വരുന്ന കാസ്റ്റ്, ലൂസിഫർ എന്ന സിനിമയുടെ ഇമ്പാക്ട്, ഇതെല്ലാം നോക്കുമ്പോൾ വലിയ തുകയ്ക്ക് തന്നെ അതൊക്കെ ഡീൽ ആയി പോകും എന്നതിൽ യാതൊരു സംശയവുമില്ല. തുടരും എന്നതൊരു കൊച്ചു സിനിമയാണ് എന്ന് പലവട്ടം ഡയറക്ടർ പറഞ്ഞത് പ്രൊഡ്യൂസർക്ക് പണിയായി കാണുമോ എന്ന രീതിയിലും അവർ ചർച്ച ചെയ്യുന്നു. ഒരു കൊച്ചു സിനിമയ്ക്ക് വലിയ തുക മുടക്കാൻ OTT-കാർക്ക് താല്പര്യമില്ല എന്ന രീതിയിലൊക്കെയാണ് അവരുടെ വാക്കുകൾ. എന്നാൽ ഒരു മികച്ച തുകയ്ക്ക് വേണ്ടിയാണ് അവർ വെയിറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇതിന്റെ കറക്റ്റായിട്ട് ഉത്തരം പറയേണ്ടത് പ്രൊഡ്യൂസർ തന്നെയാണ്. എന്തുകൊണ്ടാണ് വൈകുന്നത്? ബിസിനസ് സാധ്യതകൾ കൂടുതൽ പരീക്ഷിക്കുകയാണോ എന്ന രീതിയിലൊക്കെ നോക്കുന്നുണ്ട്. ഇപ്പോഴിതാ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന സിനിമയും ഇറങ്ങിക്കഴിഞ്ഞു. ഇതിനൊപ്പമാണ് മോഹൻലാലിന്റെ ചിത്രവും വരേണ്ടത്. എന്നാൽ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന ചിത്രത്തിന് അഭിപ്രായങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ തുടരും എന്ന ചിത്രത്തിന് കൂടുതൽ പ്രേക്ഷകർ ഉണ്ടായേനെ എന്നാണ് തോന്നുന്നത്. കാരണം ചിത്രം തുടങ്ങിയപ്പോൾ ഗംഭീരമായ വാക്കുകൾ പറഞ്ഞ് ചില പ്രേക്ഷകർ എത്തിയപ്പോൾ ഇപ്പോൾ ചിത്രത്തിന് മിക്സഡ് റെസ്പോൺസ് ആണ് ലഭിക്കുന്നത്. മിക്സഡും കഴിഞ്ഞ് ആവറേജ് റിപ്പോർട്ടിലേക്ക് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ഒതുങ്ങുകയാണ് എന്ന് തോന്നുന്നു. അതിലും താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി യഥാർത്ഥ റിപ്പോർട്ടുകൾ എത്താൻ സാധ്യതയുണ്ട്. അതിൽ ഒന്നാണ് പ്രേക്ഷകർ ഇങ്ങനെ പറയുന്നത്: ഏതൊരു മനോഹരമായൊരു വാചകവും ഒരു ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കും എന്നതുപോലെ മമ്മൂട്ടി കമ്പനിയുടെ നല്ല സിനിമകൾ എന്ന മനോഹര യാത്ര ഇവിടെ തൽക്കാലത്തേക്കെങ്കിലും അവസാനിക്കുകയാണ്. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് നൽകിയത് വളരെ മോശം തിയേറ്റർ അനുഭവം എന്നാണ് ചില പ്രേക്ഷകർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടെത്തുന്നത്. പുതുമയ്ക്ക് വേണ്ടി കണ്ടെത്തിയ വഴിത്തിരിവുകൾ ഒക്കെ 27 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞിരുന്നു എന്നതാണ് പ്രധാന പോരായ്മ. അനാവശ്യമായ അനേകം രംഗങ്ങൾ അടങ്ങിയ ത്രില്ലർ സിനിമയ്ക്ക് വേണ്ട വേഗത ഒരിക്കലും കൈവരിക്കാൻ കഴിയാതെ പോകുന്ന തിരക്കഥയും, കൂടെ പോകുമ്പോൾ പ്രേക്ഷകർ പേഴ്സിനകത്തിരുന്ന് ശ്വാസം മുട്ടുന്ന ഡ്രൈവിംഗ് ലൈസൻസിന്റെ അവസ്ഥയിലേക്ക് മാറുകയാണ്. ചിത്രത്തിന് മേജറായി പറയുന്ന ഒരു നെഗറ്റീവ് ലാഗ് തന്നെയെന്നാണ് പലരും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ചിത്രത്തിലെ പോസിറ്റീവ് എന്ന് പറയുന്നത് മമ്മൂക്കയും ഗോകുൽ സുരേഷും ആയുള്ള ചില നൈസ് കോമ്പിനേഷൻ സീനുകളാണ്. 1-2 ചെറിയ സെൽഫ് ട്രോൾ തമാശകൾ, ക്ലാസിക്കൽ മൂഡിൽ വരുന്നൊരു കിടലൻ പാട്ട്, ഇതൊക്കെ പോസിറ്റീവായി പറയുന്നു. നെഗറ്റീവായി ഡിസംബറിലെ മൂന്നാർ പോലെ നല്ല തണുപ്പൻ എഴുത്ത്, നായികാ നടിയുടെ ചില നേരമുള്ള അടിമുടി കൃത്രിമത്വം നിറഞ്ഞ അഭിനയം, ഇതൊക്കെ നെഗറ്റീവായി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ അവർ നോട്ടായി എടുത്തു പറയുന്നത് മായാജാലക്കാരൻ ദണ്ട് വീശി നീളമുള്ള വർണ്ണത്തുണി മാറ്റുമ്പോൾ സുന്ദരിയായ പെൺകുട്ടി അപ്രത്യക്ഷം ആകുന്ന വാനിഷിംഗ് ബ്യൂട്ടി എന്ന മായാജാലം പോലൊരു സിനിമ. ഇവിടെ 2.5 മണിക്കൂറുള്ള സിനിമ ഓടിത്തീരുമ്പോൾ പ്രേക്ഷകരുടെ പേഴ്സിലെ ക്യാഷ് എങ്ങോട്ടെന്നില്ലാതെ തനിയെ കാണാതാകുകയാണ് എന്നതൊക്കെ അവർ എടുത്തു പറയുന്നുണ്ട്. എന്തായാലും ബിലോ ആവറേജ് റിപ്പോർട്ടുകളാണ് രണ്ടാമത്തെ ഷോ കഴിയുമ്പോൾ പ്രേക്ഷകർ പറഞ്ഞുകൊണ്ട് എത്തുന്നത്. തിയേറ്ററിന് മുന്നിൽ നെഗറ്റീവായ അഭിപ്രായം പറഞ്ഞവരെ വലിയ രീതിയിൽ വിമർശിക്കുന്ന മമ്മൂട്ടി ഫാൻസിനെയും ഇന്നേ ദിവസം വീഡിയോയിൽ കാണാൻ സാധിച്ചു എന്നതും എടുത്തു പറയേണ്ടതാണ്. ഈ അവസരത്തിൽ തുടരുമെന്ന സിനിമ ഇറങ്ങിയിരുന്നെങ്കിൽ കൂടുതൽ മികച്ച റെസ്പോൺസ് തുടരുമെന്ന സിനിമയ്ക്ക് ലഭിക്കുമായിരുന്നു എന്നുകൂടി പ്രേക്ഷകർ എടുത്തു സൂചിപ്പിക്കുകയാണ്.